തായ്ലൻഡ് മ്യാൻമർ അതിർത്തിയിൽ ജോലി തട്ടിപ്പിനിരയായവരിൽ 3 മലയാളികൾ ഉൾപ്പെടെ 266 പേര് കൂടി നാട്ടിലെത്തിക്കും. ഇന്നലെ തിരികെ എത്തിയവരിൽ നിന്ന് CBI വിവരങ്ങൾ ശേഖരിച്ചു. 283 പേരെയാണ് ഇന്നലെ തിരികെ എത്തിച്ചത്. റിക്രൂട്ടിംഗ് ഏജൻസിയെ കേന്ദ്രീകരിച്ച് വലിയ അന്വേഷണമാണ് CBI നടത്തുന്നത്. വ്യാജ ജോലി തട്ടിപ്പിനിരയായി മ്യാൻമർ തായ്ലൻഡ് അതിർത്തിയിൽ കുടുങ്ങിയ 283 പേരെയാണ് കഴിഞ്ഞ ദിവസം തിരികെ നാട്ടിലേക്ക് എത്തിച്ചത്. ഒരു സ്ത്രീയടക്കം 8 മലയാളികളും കൂട്ടത്തിലുണ്ടായിരുന്നു. തിരികെ എത്തിയ ഇന്ത്യക്കാരിൽ നിന്ന് CBI ഉദ്യോഗസ്ഥർ നേരിട്ട് വിവരങ്ങൾ തേടി. ഇവരുടെ കൈവശമുള്ള രേഖകളടക്കം പരിശോധിച്ചു. ഇതിനുശേഷമാണ് ഇവരെ അതത് സംസ്ഥാനങ്ങളിലേക്ക് തിരികെ അയച്ചത്. മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് CBI നേരത്തെ എടുത്ത കേസിലായിരുന്നു നടപടി. കഴിഞ്ഞ വർഷം തിരികെ എത്തിയ ഇന്ത്യക്കാരിൽ ചിലർ സൈബർ കേസുകളിൽ പിന്നീട് അറസ്റ്റിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് CBIയും പരിശോധന കർശനമാക്കുന്നത്. ജോലി തട്ടിപ്പിൽ കുടുങ്ങിയ കൂടുതൽ ഇന്ത്യക്കാരെ തിരികെ നാടുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 540ഓളം പേർ മ്യാൻമറിൽ തട്ടിപ്പ് സംഘങ്ങൾക്കിരയായെന്നാണ് പ്രാഥമിക വിവരം. 24 ഡൽഹി.